കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം പൂർണ്ണതോതിലായി. ബസ്സുകളും ചരക്ക് വാഹനങ്ങളും സർവീസ് നടത്തുന്നുണ്ട്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഇന്ന് വിദഗ്ധ പരിശോധന നടക്കും. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, അപ്പോൾ പഴയ പോലെ തന്നെ ആയോ ഗതാഗതം? സുർജിത്ത്, പൂർണ്ണതോതിൽ ആയിട്ടുണ്ട് ഉന്മേഷ് ക്രിസ്റ്റീന. രാവിലെ മുതൽ ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. രാത്രിയിലും വാഹനങ്ങൾ കാര്യമായി തടഞ്ഞിട്ടില്ല. അതായത് ചുരം അടയ്ക്കുമെന്നുള്ളതായിരുന്നു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പക്ഷെ ചുരം അടച്ചിട്ടില്ല. രാത്രി ആദ്യ ഘട്ടത്തിൽ, അതായത് ഒരു 9 മണിയോടുകൂടി ആണ് ഈ വാഹനങ്ങൾ കടത്തിവിടാൻ പൂർണ്ണതോതിൽ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ ഈ വയനാട് ഭാഗത്തുള്ള വാഹനങ്ങൾ താമരശ്ശേരി ഭാഗത്ത് അടിവാരത്ത് നിന്ന് മുകളിലേക്കും വയനാട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ ആദ്യം കടത്തിവിട്ടത് താഴേക്കുള്ള വാഹനങ്ങളാണ്. പിന്നീട് മുകളിലേക്ക് വരുന്ന വാഹനങ്ങളും കടത്തിവിട്ടു. അതിനുശേഷം വലിയ രീതിയിലുള്ള തടസ്സം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്ന കാര്യം. പോലീസ് സംവിധാനം ഉൾപ്പെടെ ഇവിടെ കോമ്പിംഗ് ഉൾപ്പെടെ നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ വിദഗ്ധ പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം. ഇത് മണ്ണ് നീങ്ങി നിരകൽ പ്രതിഭാസം അഥവാ ലാൻഡ് സബ്സിഡൻസ് എന്ന് പറയുന്ന പ്രതിഭാസമാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം. കാടിനകത്താണ് ഈ വിള്ളലുണ്ടായത്. അതിനുശേഷം നേരെ പാറകൾ, അത്ര ബലമുള്ള പാറകളല്ല, ബലക്ഷയമുള്ള പാറകളാണ്. ആ പാറകൾ താഴേക്ക് നീങ്ങി നിരങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബസ് സർവീസുകൾ അടക്കം നടക്കുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ പോകുന്നുണ്ട്. ചരക്ക് വാഹനങ്ങൾ പോകുന്നുണ്ട്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.